ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങളൊരു ദിവസത്തെ ഒരു ഡേ മൈ ലൈഫ് ഒക്കെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വേഗം പോയി പല്ലെല്ലാം തേച്ച് എനിക്കൊരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആ പച്ചവെള്ളം കുടിച്ച് കഴിഞ്ഞ് വേഗം തീ എത്തിച്ച് ചൂടുവെള്ളം കുടിക്കാനുള്ള ഫ്ലാസ്കിലേക്കുള്ള ചൂടുവെള്ളം തിളപ്പിക്കുക. അത് തിളക്കുമ്പോഴത്തേക്കും പോയി മിറ്റടിച്ച് വാരി വരാമെന്ന് വെച്ച്. എന്നും മിറ്റടിച്ചാലും ഉമ്മ കേട്ടോ. അപ്പോൾ ഉമ്മക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോയിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ മിറ്റടിച്ച് തരാമെന്ന് വെച്ച്. ഞങ്ങളവിടെ ആണെങ്കിൽ മഹാഗണീൻ്റെതും പിന്നെ ബദാമിൻ്റെ മരം നല്ലോണം തൊയ്യിട്ടോ. ഇത് ബദാമിൻ്റെ മരമാണ്. ഇതെന്തൊരു തൊയ്യുന്നറിയും. പിന്നെ മുന്നേക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ല മഹാഗണി ഉണ്ട്. ആ രണ്ട് ഭാഗത്തുള്ള മഹാഗണി തൊയ്യും. അങ്ങനെ പിന്നെ അതൊക്കെ അടിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വാരി കൊണ്ട് ഇപ്പച്ചി മോനെ നീച്ച് വന്നിരിക്കുന്നു. അങ്ങനെ പിന്നെ ഓരോട് വർത്താനം പറഞ്ഞ് പിന്നെ ഇത് ഇപ്പച്ചിക്ക് കാലിൽ കിട്ടിയൊരു സമ്മാനം. ക്രിക്കറ്റ് കളിക്കാൻ പോയതാണ്, അതിൽ കിട്ടിയൊരു സമ്മാനം കേട്ടോ. നിങ്ങളീ കാണുന്നത് താമരശ്ശേരി ചോരാട്ടോ. ഈ കാണുന്നത് എൻ്റെ ക്ലിയർ ഇല്ലായിട്ടാണ്. ഇങ്ങനെ രാത്രിയായാൽ നല്ല രസമാട്ടോ. അടിപൊളി വ്യൂ കാണാം. ഇവിടെ നിന്നാൽ നമുക്കിപ്പോൾ കോട മൂടിയിട്ടാണ്. പിന്നെ മോന് നീച്ച് കൊണ്ട് ഓനൊന്ന് കുറച്ച് നേരം കളിച്ച് ഓനോട് വർത്താനം പറഞ്ഞു. പിന്നെ ഓനെ പല്ലിയേൽപ്പിക്കാൻ ഭയങ്കര ടാസ്ക്കാണ്. വെള്ളം കണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് കച്ചറിൻ്റെ എൻ്റെ കയ്യൊക്കെ ഒന്ന് കയ്യൊക്കെ ഒന്ന് കേകി കൊടുത്ത് ഒന്ന് സമാധാനിപ്പിച്ച്. ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോഴും അവൻ്റെ വലിയ കാക്ക നീച്ച് പിന്നെ രണ്ടാമത് കുറച്ച് കുത്തി മറിഞ്ഞിട്ട് നാളെ സ്കൂളിൽ ചോദിക്കുന്നു. മേപ്പൽ രണ്ട് കടുക്കുണ്ട്. ആ കടുക്കൽ ഞങ്ങൾക്ക് രണ്ടാമത് കടുക്കും. നാലപ്പം കടുക്കാറുണ്ടല്ലോ. അപ്പോൾ ബാപ്പയും മോനും മേലെ കടുക്കും, ഞാനും ചെറുതും താഴെ കടുക്കും. ഒരു ബെഡ് കൂടി വാങ്ങിയാണ്. അപ്പോൾ ഞങ്ങൾ മേത്തുള്ള അമ്മേൻ്റെ ബസ്സാണ്. പോവിൻ്റെ ബസ്സിൽ കേൾക്കാൻ വെച്ചൊരു മറ്റൊരു ദേഷ്യത്തിലാണ് എന്തൊക്കെ നിങ്ങളാണ് തിരുമ്പെന്ന് വെച്ചേട്ടെ. ഞാനത് വാങ്ങി വീർപ്പിച്ചു എത്തിപ്പിടിച്ചു. അതിൻ്റെ കൊടിയൊക്കെ വാങ്ങിക്കൊടുത്തു. ഞങ്ങൾക്ക് കൊടിയും ഡ്രസ്സിൽ കുത്തുന്നൊരു ബാഡ്ജും പിന്നെ കയ്യിലുണ്ട് ബാഡ്ജയുടെ എന്താ വാച്ച് മാതിരിക്ക് ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ സ്ട്രാപ്പ് വാങ്ങിക്കൊടുത്തു. പിന്നെ കാക്ക സാധനം വാങ്ങാൻ പോകാറുണ്ട്. വണ്ടി എടുത്താൽ നമുക്ക് പോയി അങ്ങനെ പോയി വീർപ്പിക്കാൻ വീർപ്പിച്ച് കൊടുത്തിരുന്നാലും ഓൻ്റെ ആകെ ഒന്നും വീർപ്പിക്കില്ല. അങ്ങനെ ഓൻ ആക്കി പോയിട്ട് പിന്നെ ബാത്റൂമിൽ കയറി വെള്ളം തളിച്ച് അത് തളിച്ച് കയറാൻ നിൽക്കുന്നുണ്ട്. ബലൂണ് വലിയോ വാങ്ങിയതിന് ഇത് ഭയങ്കര നിലവിൽ ഓനെ ദേഷ്യം പിടിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കടിച്ച് പൊട്ടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ പിന്നെയും മണ്ണ് വാങ്ങും. 5 മിനിറ്റ് നിലവിളി കേട്ടോ. കാര്യം കയ്യിൽ കിട്ടിയ അവൻ്റെ നിലവിളി മാറും. പിന്നെ അച്ഛനൊക്കെ നോക്കി ഗ്ലാസ്സിലേക്കുള്ള വെള്ളവും പാത്രത്തിലേക്ക് കുടിക്കാനുള്ള വെള്ളവും പാത്രം വെച്ചിട്ട് ഇന്നൊക്കെ എടുത്തെടുത്ത് ചൂടുള്ള വെള്ളം വെക്കുക. ഞങ്ങൾ ഗ്ലാസ്സിലേക്ക് പറഞ്ഞു. ഇന്നലെ ചായക്കടി ഓട്ടടാണ്. പിന്നെ ഓട്ടട വാങ്ങി ഹോസ്പിറ്റലിൽ മെറ്റിൽ ഞങ്ങൾക്കൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. അവിടെ പതാക എടുക്കാൻ വേണ്ടി വിളിച്ച്. അപ്പോൾ മോൻ വന്ന് ഞങ്ങളെ വിളിച്ച് കൂട്ടി കൊണ്ടുപോകാത്തതാട്ടോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അതിൽ തൊട്ട് മേലെ വായനശാല വരുന്നത്. അങ്ങനെ ഞാൻ അടുത്തേക്ക് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അന്നത്തേക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടറും വന്ന് ഞങ്ങളെ വാർഡിലെ മെമ്പറും വന്നിട്ട് ഒന്ന് പതാക അത് ഉയർത്തി വന്നപ്പോഴേക്ക് മോനിക്ക് ഉറക്കം വന്നു. ഫോണിൽ നിർത്തി റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ച് രാത്രി പഠിക്കുമ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് വിരിച്ച് കെട്ടി കൊടുത്തിരുന്നത് നേരെ നോക്കും ബെഡ്ഷീറ്റ് കാണില്ല. ഇപ്പം നല്ല വൃത്തിയായിട്ട്. അപ്പോൾ വാപ്പിയുള്ള മോനുമില്ല. അങ്ങനെ നല്ല വൃത്തിയിലാണ് വെക്കുന്നത്. ഇപ്പോൾ ഈ വൃത്തിയാക്കുന്നത് ഇപ്പം ഞാൻ കാണുള്ളൂ. പിന്നെ അത് കാണില്ല. ഓര് വന്ന് കഴിക്കുമ്പോൾ ആന കടന്നിട്ട് കയറിയത് പുറത്തൊരു ഭാഗത്തുണ്ട്, തൈക്കണ്ണ പുറത്തുണ്ട്. ഈ ചിത്രം കാക്കയ്ക്ക് പെയിൻറ്റിങ്ങിൻ്റെ പണി. കാക്കൻ്റെ കൂട്ടുകാരൻ ഞങ്ങളെ കല്യാണത്തിന് വേണ്ടി വരച്ചെടുത്താട്ട ഒരു ചിത്രം.
7 കൊല്ലമായിട്ടൊക്കെ മങ്ങി തുടങ്ങിയിരിക്കുന്നു. പിന്നെ അകം അടിച്ച് വരണ്ടായി. പിന്നെ അതൊക്കെ അകം കൊല്ലം അടിച്ച് വാരി ഓനറിയാണ്ട് ശ്വാസം വിടാണ്ട് അടിച്ച് വാരി വേഗം തീർത്ത്. പിന്നെ ഞങ്ങൾ ഹാളിലൊരു സോഫ ഉണ്ട്, ആ സോഫയൊക്കെ തട്ടിക്കൂട്ടി അടിച്ച് വാരി എന്നപ്പോഴത്തേക്കും ചോറിൻ്റെ വെള്ളം തിളച്ചില്ല. അങ്ങനെ വേഗം അരി കഴുകിയിട്ട് തിളക്കുമ്പോഴത്തേക്കും കാക്ക വാങ്ങിക്കൊണ്ട് പച്ചക്കറി വെക്കണം. അതൊക്കെ അതിൻ്റെ സ്ഥാനത്ത് തന്നെ എടുത്ത് വെച്ച് വെക്കാമെന്ന് വെച്ചാൽ അതൊക്കെ എടുത്ത് വെച്ച് ചായ കുടിച്ച കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കൈയൊക്കെ. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് നമ്മൾ മീൻ വാങ്ങിക്കൊണ്ടെങ്കിൽ ആ മീൻ ഇച്ചിരി കല്ലുപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി പൊരിക്കാൻ വേറെ എടുത്ത് വെച്ച് കറി വെക്കാനൊക്കെ വേറെ എടുത്ത് മാറ്റി വെച്ച് പിന്നെ കറി വെക്കാനുള്ള തക്കാളി ഉള്ളിയൊക്കെ അരിയാണ്ടായിരുന്നു. അതൊക്കെ അരിഞ്ഞ് വെച്ച് ചോറ് വേകുമ്പോഴത്തേക്ക് ഇത് വെച്ച് അടുപ്പത്തേക്ക് വെക്കാമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഇച്ചിരി തോരൻ വെക്കാൻ വേണ്ടി പയറൊക്കെ അരിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ. അന്നപ്പോഴത്തേക്കും ചോറ് ഏകദേശം അയക്കണം. ആ ചോറൊക്കെ വാർത്ത് വെച്ച് ആ തേയിലേക്ക് തന്നെ കറി വെക്കാനുള്ള ചട്ടി വെച്ച് അത് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ ഗ്യാസ്മേലൊരു പയറൊക്കെ എഴുതി വെക്കാൻ വേണ്ടി വെളിച്ചെണ്ണ പൊട്ടിച്ച് പാടിട്ട് അത് മൂടി വെച്ച് ചട്ടി ചൂടായി മീൻ വെക്കാതെ പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ എടുക്കാം. അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ട് മൂടി വെച്ചിട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കറക്കി വെച്ച് വെക്കാൻ ഇച്ചിരി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് പച്ചവെള്ളം അരി ഇളക്കി കൊടുത്തു. പിന്നെ ഇച്ചിരി വെള്ളം ആവശ്യത്തിന് ഞങ്ങൾ കുറച്ച് തോനെ കറി വന്നിട്ടോ. എന്തൊക്കെ ഇച്ചിരി തോനെ വെള്ളമൊക്കെ പറഞ്ഞ് ഞങ്ങളിവിടെ കുടംപുളിയാണ്. ആ കുടംപുളി അതിൽ വെച്ചിട്ട് വറ്റി വരുന്നവരെ കാത്തുനിന്ന് അന്നപ്പോൾ ഞാൻ ഇതാക്കി മക്കൾ രണ്ടാളും ഹോസ്റ്റലിൽ അങ്ങനെ വൃത്തിയാക്കിയിട്ട് പോയ റൂമ് പിന്നെ എന്താക്കി മീൻ അതിലേക്കിട്ട് അടുക്കളയ്ക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് തുടക്കാനുള്ള വെള്ളം എടുത്ത് വെച്ച് ഇങ്ങനെ തുടക്കാമെന്ന് വെച്ച് പോയി നോക്കുമ്പോൾ മറ്റോന് AC വിട്ട് റൂമിൽ നല്ലോണം കടന്ന് വാതിലടച്ച് കിടക്കുന്നു. ഇവരെ പുറത്താക്കിയിരിക്കുന്നു. പിന്നെ പുറത്ത് അതിൻ്റെ ചെരുപ്പ് മീനിൻ്റെ ചെരുപ്പ് ബാത്റൂം കണ്ടാൽ എനിക്ക് സന്തോഷം. പിന്നെ കുളിപ്പിച്ച് മാറ്റിയെടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി പൗഡറൊക്കെ ഇട്ട് കൺമശിയൊക്കെ ഒന്ന് എഴുതി കൊടുത്തപ്പോൾ ഓനും നല്ല കാറ്റുണ്ട് കൂടെ കൂടുന്നുണ്ട്. എൻ്റെ കുളി കഴിഞ്ഞ് പിന്നെ ഒരു കലം ചോറ് കൊടുത്ത് ഞാനും ചോറ് തിന്നു. അന്നപ്പോൾ ഇതിനെയും ചെറിയോന് ഉറങ്ങാൻ വേണ്ടി നിലവിളിക്കാൻ തുടങ്ങി. ഓൻ ഉറക്കാൻ നിൽക്കുക കേട്ടോ. ഓൻ ഉറക്കി നീച്ചപ്പോൾ മുടി വെട്ടാൻ പോകുന്നതാണ്. അപ്പോൾ മുടി വെട്ടാൻ പോകുന്ന മാറ്റിയാണ് നോക്കി നിൽക്കുക. ഇപ്പം കാണുന്ന സന്തോഷം മുടി വെട്ടാൻ തന്നെ ഭയങ്കര ടാസ്ക്കാണ്. എന്തൊക്കെ പിന്നെ ഡ്രസ്സ് ഡ്രൈവാഷ് ഡ്രസ്സ് കഴിഞ്ഞ്